അവന്തികയും കൂടെ ഈ പൂജയിൽ പങ്കെടുക്കണം. അതെന്തിനാ ഞാൻ പങ്കെടുക്കുന്നത്? സച്ചിക്കും അർച്ചനയ്ക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്? അവരല്ലേ ക്ഷേത്രത്തിൽ നേർച്ചയും വഴിപാടും കഴിക്കാൻ പോകുന്നത്? അവര് മാത്രമല്ല പോകുന്നത്, നമ്മൾ രണ്ടും കൂടെ പോകുന്നുണ്ട്. നമ്മളോ? ഞാനൊരു പൂജയ്ക്കും വഴിപാടിനും എങ്ങോട്ടും വരുന്നില്ല. എന്നെ ആരും ഇതിൽ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് പറ്റില്ല. നീയും ഇവരുടെ കൂടെ പോയേ പറ്റൂ. പൂജയ്ക്ക് സമയമായി. രണ്ടുപേരും ഇങ്ങോട്ട് ഇരിക്കൂ. നീയും അങ്ങോട്ട് ഇരിക്കേ. ആദ്യം പൂജ നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇരിക്കേ. വാങ്ങേട്ടാ. എന്ത് വില കൊടുത്തും ഞാൻ അവരെ സഹായിക്കും. നീ എന്നെ വെല്ലുവിളിക്കാണോ? അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? തെറ്റ് തിരുത്തി ഒരു നല്ല ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാൻ ഞാൻ. ഈ കുടുംബവും ഇവിടെ ഉള്ളവരും ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോ അവർക്കെതിരെ നീ ചെയ്യുന്ന എന്തു പ്രവൃത്തിയും എനിക്ക് തടയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി മരിച്ചു വീഴാനായിരിക്കും നിന്റെ വിധി. എന്നെ എതിർത്ത് അവരെ ആ മല കയറ്റാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്ത് ചെയ്തിട്ടായാലും അർച്ചന മല കയറിയ പൂജ ചെയ്യുന്ന ഞാൻ തടഞ്ഞിരിക്കും. നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. സച്ചിയേട്ടനും അർച്ചനയും ആ മല കയറി പൂജ ചെയ്തിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് ശരി. അപ്പൊ ഇവൻ നന്നായി എന്ന് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവന്തികേട്ടത്തിയോടൊപ്പം ചേർന്ന് അച്ചുചേച്ചിയും സച്ചേട്ടനും പൂജ നടത്തുന്നത് തടയാനാ ഇവര് ശ്രമിക്കുന്നത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇത് ചോദിച്ചേ പറ്റൂ. എന്താ ധനുഷിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അവന്തികേട്ടത്തിയോടൊപ്പം ചേർന്ന് എന്റെ ചേച്ചി ആ മല കയറി വഴിപാടുകൾ നടത്തുന്നത് തടയാനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത്? ആതിര എന്നെ തെറ്റിദ്ധരിച്ചതാ. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചത് ഞാൻ കേട്ടതാ. ഞാൻ സംസാരിച്ചത് ആതിര കേട്ടോ? കേട്ടെങ്കിൽ ആതിര ഇങ്ങനെ പറയില്ലായിരുന്നു. നെല്ലിശ്ശേരിയിലെ മരുമകനായി ഈ വീടിനകത്ത് കയറിയപ്പോഴെങ്കിലും ധനുഷ് നന്നാവുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ധനുഷ് പഴയതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം പ്ലീസ്. മല കയറി വഴിപാട് നടത്തുന്നതിനെ കുറിച്ച് ഞാനും അവന്തിക സംസാരിച്ചു എന്നുള്ളത് ശരിയാ. ഒരുപക്ഷെ അവന്തിക സംസാരിച്ചത് ആതിര കേട്ട് കാണും. എന്നാൽ ഞാൻ അവന്തികയോട് സംസാരിച്ചത് ആതിര കേട്ടിട്ടില്ല. എത്രയോ നാളുകളായി എന്റെ ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് ദൈവം നൽകിയ ഒരു അവസരമായത്. അത് മുടക്കാൻ ദയവേത് ധനുഷ് കൂട്ടു നിൽക്കരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അർച്ചന എനിക്കും സ്നേഹിക്കും ഇപ്പൊ ദൈവത്തെ പോലെയാ. മനസ്സിലൊന്ന്, പ്രവൃത്തി മറ്റൊന്നും. ഇങ്ങനെ കള്ളം പറയരുത് ധനുഷ്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അർച്ചനയും സച്ചേട്ടനും ആ മല കയറി അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരിക്കും. അപ്പൊ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ധനുഷിന് ഉറപ്പാ അല്ലേ? ഉണ്ടാകും. അവന്തികയുടെ സ്വഭാവം അറിയാലോ. അർച്ചനയ്ക്ക് ഉടൻ കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി അവന്തികയ്ക്ക് അസൂയ മൂത്തു നിൽക്കുക. അതുകൊണ്ടാണ് അവന്തികയും കൂടി മല കയറാൻ തീരുമാനിച്ചത്. അതെനിക്ക് മനസ്സിലായി. അതില് ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ രണ്ടും മാത്രമേ അറിയാൻ പാടുള്ളൂ. അവര് മല കയറി തിരിച്ചിറങ്ങി വരുന്നത് വരെ ഇക്കാര്യം ആരോടും പറയരുത്. കാരണം ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല.
ആ വാക്ക് ആതിര എനിക്ക് തരണം. ഞാൻ വാക്ക് എന്നിട്ട് എന്തിനാ? പറയാം. അർച്ചനയും സച്ചേട്ടനും മല കയറി വഴിപാടുകൾ നടത്തുന്നതിനിടയിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലപ്പോ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഒരു കുഴപ്പവും കൂടാതെ അവര് വഴിപാടുകൾ നടത്തി മലയിറങ്ങി തിരികെ വരും. ഇതെന്റെ വാക്കാ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. ആദരിക്കറിയാലോ, സ്നേഹ ഇപ്പൊ ഗർഭിണിയാ. ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ ഞാനും അവളും. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പ്രതീക്ഷയുമാണ് വരാൻ പോകുന്ന ആ കുഞ്ഞ്. അതിനെ സാക്ഷിയാക്കി ഞാൻ പറയാ, സച്ചിയേട്ടന്റെയും അർച്ചനയുടെയും യാത്രക്കിടയില് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും വിജയിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് ധനുഷ് മല കയറാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ അവിടെ നടക്കുന്നത് ധനുഷ് എങ്ങനെ അറിയാനാ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് ഇക്കാര്യം ആതിര മറ്റൊരാളോടും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. ധനുഷ് പറയുന്നത് ശരിയായിരിക്കും. എന്തായാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ അത് സത്യമായിരിക്കും.